മാളക്കടവിന്റെ പുനരുദ്ധാരണം ലക്ഷ്യമാക്കി മുസ്ലിസ് പൈതൃക പദ്ധതിയുടെ ഭാഗമായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് മുന്നോടിയായി മണ്ണു പരിശോധനയും അനുബന്ധ നടപടികളും സർക്കാർ ആരംഭിച്ചു. ബഡ്ജറ്റിൽ 4.5 കോടി വകയിരുത്തിയിട്ടുള്ള പദ്ധതി പ്രാബല്യത്തിൽ വരുന്നതോടെ മാളയുടെ ടൂറിസം ഭൂപടത്തിൽ കാര്യമായ മാറ്റങ്ങൾ വന്നു തുടങ്ങുമെന്ന് വി.ആർ. സുനിൽകുമാർ MLA മീഡിയ ടൈമിനോട് പറഞ്ഞു. മുസ്ലിസ് പൈതൃക പദ്ധതിയുടെ ഭാഗമായിട്ട് പൈതൃക പദ്ധതിയും അതോടൊപ്പം തന്നെ മാള ഗ്രാമപഞ്ചായത്തും ചേർന്നുകൊണ്ട് മാളക്കടവും അതുപോലെ തന്നെ ബോട്ട് ജെട്ടിയും അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് അഡീഷണൽ ഇറിഗേഷൻ്റെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇതിൻ്റെ ഡെപ്ത് പരിശോധിക്കുന്നതിലേക്ക് കടന്നിട്ടുള്ളത്. ഈ പദ്ധതിക്ക് കേരള ബഡ്ജറ്റിൽ 2 ടേമായിട്ട് 4.5 കോടി രൂപയാണ് ചെലവഴിക്കപ്പെട്ടിട്ടുള്ളത്. ഇത് ടൂറിസം സാധ്യതകളെയും അതോടൊപ്പം തന്നെ തൊഴിൽ സാധ്യതകളും അതോടൊപ്പം നമ്മുടെ മാളയുടെ മുഖച്ഛായ തന്നെ മാറ്റപ്പെടുന്നൊരു രീതിയിലേക്ക് വരും എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രാധാന്യമായിട്ട് നമ്മൾ കാണേണ്ടതായിട്ടുള്ളത്. പഴയ കാലഘട്ടത്തിൻ്റെ ആ ചരിത്രം തിരിച്ചു കൊണ്ടുവരുന്നതിൻ്റെ ഉള്ളൊരു ശ്രമം കൂടിയാണ്. ആദ്യമൊക്കെ പഴയ ആ കാലഘട്ടത്തിൽ ഇതിലൂടെയാണ് നമ്മുടെ കച്ചവടം ഉൾപ്പെടെ നടന്നിട്ടുള്ള ആ ചരിത്രം നമ്മുടെ മുന്നിലുള്ളത്. തീർച്ചയായിട്ടും പുതിയ തലമുറയ്ക്ക് വിവിധങ്ങളായിട്ടുള്ള രീതിയിലേക്ക് ആ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ടൂറിസം മേഖലകളിലേക്കും ചരിത്രവും അറിയുവാനുള്ള ഒരു വേദിയായിട്ട് അതിനെ രൂപാന്തരപ്പെടുത്തിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തപ്പെടുന്നത്. അതിൻ്റേതായിട്ടുള്ളൊരു തുടക്കം എന്ന നിലയിൽ തന്നെയാണ് ഈ അഡീഷണൽ ഇറിഗേഷൻ ഇതിൻ്റെ പ്രാഥമികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇന്ന് 2 ദിവസങ്ങളായിട്ട് ആരംഭിച്ചിട്ടുള്ളത്.